കയ്യിൽ ഇന്ന് അവതരിപ്പിക്കേണ്ട ബജറ്റാണ് എന്നുകൂടി നമ്മൾ അറിയുക. ഈ ബജറ്റിനുള്ളിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ. കാരണം കേരളത്തിന് സ്പെഷ്യൽ പാക്കേജ് 24,000 കോടി കിട്ടുമോ, മുണ്ടക്കൈ ചൂരൽമല പാക്കേജ് കിട്ടുമോ, അതുപോലെ കോഴിക്കോട് എയിംസ് ഉണ്ടാകുമോ, ഇതെല്ലാം ഈ ചുവന്ന ഈ കവറിനുള്ളിലുണ്ട് കേട്ടോ. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിന് ആശ്വാസമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്. ധനവകുപ്പിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യം പ്രേക്ഷകർ കാണുകയാണ്. വിനീത വിജി വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. വണ്ടിയിലേക്ക് പാർലമെൻറ്റിൽ എത്താൻ വേണ്ടി ധനമന്ത്രി യാത്രയാകാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ബജറ്റ് പ്രതീക്ഷകളും വാനോളം ഉയരുകയാണ്. പറയൂ. തീർച്ചയായും എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വസതിക്ക് മുൻപിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സഫ്ദർജംഗ് റോഡിലെ 15ാമത്തെ നമ്പർ വസതിയാണ്. അല്പസമയം മുൻപാണ് നിർമ്മല സീതാരാമൻ ഇവിടെ നിന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ബജറ്റുമായി ഇവിടെ നിന്ന് ധനമന്ത്രാലയത്തിലേക്ക് യാത്ര തിരിച്ചത്. ഇപ്പോൾ ധനമന്ത്രാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ബജറ്റ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചുവന്ന കവറിലുള്ള ആ ബജറ്റ് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്ന് കാണിക്കും. അതിനുശേഷമായിരിക്കും നേരെ പാർലമെന്റിലേക്ക് പോവുക. കേരളവും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വയനാട് പുനരധിവാസം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. പക്ഷേ കേന്ദ്രം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയൊക്കെ രാഷ്ട്രപതിയുടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ തന്നെ മധ്യവർഗത്തിന് ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ ബജറ്റിൽ മാറ്റിവെക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കായിക മേഖല, വ്യവസായിക മേഖല, ആരോഗ്യ മേഖല, നികുതിയിൽ ഉൾപ്പെടെയുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിൽ വലിയ ഒരു വിഹിതം ഉണ്ടാകുമെന്നാണ് ഈ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ രാജ്യം ഉറ്റുനോക്കുന്ന ബജറ്റാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയുമ്പോഴും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 8ാമത്തെ ബജറ്റ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അല്പസമയം മുൻപാണ് നിർമ്മല സീതാരാമൻ, ഞാനിപ്പോൾ നിൽക്കുന്ന അവരുടെ വസതിയിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ ധനമന്ത്രാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്താണെങ്കിൽ ആ ബജറ്റിനുള്ളിൽ എന്താണ് എന്നാണ് ഉറ്റുനോക്കുന്നത്. വിനീത വിജി കൂടി നമുക്കൊപ്പം ചേർന്ന്, വിനീത വിജിയാണ് നമുക്കൊപ്പം ചേർന്ന്. ഇനി ആർ അച്യുതൻ കൂടി നമുക്കൊപ്പം പാർലമെന്റിൽ നിന്ന് ശരിയാണ്. ആർ അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, അല്പസമയത്തിന് മുൻപാണ് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ധനമന്ത്രി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെട്ടത്. ധനമന്ത്രാലയത്തിൽ അല്പസമയം മുൻപ് എത്തി ഏതാണ്ട് ഒരു 10 മിനിറ്റ് ചെലവഴിച്ച ശേഷം ധനമന്ത്രി പുറത്തേക്ക് വരികയും ആ തുകൽ സഞ്ചി, ബജറ്റ് ഉൾക്കൊള്ളുന്ന തുകൽ സഞ്ചി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് അത് കാണിച്ചതിന് ശേഷമാണ് ധനമന്ത്രി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്തി സഹമന്ത്രി പങ്കജ് ചൗധരി, അതുപോലെ തന്നെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്തനാഗേശ്വരൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുമായാണ് ധനമന്ത്രാലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് പോയിരിക്കുന്നത്. അതായത് ഈ ബജറ്റ് അവതരണത്തിനുള്ള അനുമതി അടക്കമുള്ളത് രാഷ്ട്രപതിയിൽ നിന്ന് തേടും. അതിനുശേഷം ധനമന്ത്രി പാർലമെന്റിലേക്ക് തിരിക്കും. പാർലമെന്റിലെത്തിയ ശേഷം ഒരു ക്യാബിനറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ചേരും. ക്യാബിനറ്റ് അനുമതിയോടുകൂടിയായിരിക്കും ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുക. എന്തായാലും നിലവിലിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന രാഷ്ട്രപതി ഭവനിലേക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും മറ്റ് നിർമ്മല സീതാരാമൻ്റെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവിടേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതിയെ കണ്ട് ഈ ബജറ്റ് അവതരണത്തിനുള്ള അനുമതി അടക്കമുള്ള കാര്യങ്ങൾ തേടും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ധനമന്ത്രി പാർലമെന്റിലേക്ക് പുറപ്പെടുക. എന്തായാലും മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ്, അതിലെന്തൊക്കെയായിരിക്കും ആ തുകൽ സഞ്ചിയിലെ ബജറ്റിനുള്ളിൽ ഉണ്ടാവുക? കേരളത്തിന് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നൊരു ബജറ്റാണ്. പ്രതിസന്ധികൾ ഒരുപാട് നേരിട്ടത് കൊണ്ട് തന്നെ കേരളം ഒരു പ്രതീക്ഷ ഈ ബജറ്റിന്മേൽ വയ്ക്കുന്നുണ്ട്. അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, എന്തൊക്കെയാണ് സർപ്രൈസ് ആയിട്ട് വച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ളത് എന്തായാലും ബജറ്റ് അവതരണത്തിലൂടെ പുറത്തു വരും. ആ ബജറ്റിൻ്റെ അനുമതിക്കായാണ് ഇപ്പോൾ ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് പോയിരിക്കുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നത്തെ യൂണിയൻ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായി കേരളത്തിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് തുടരാം.